CPI ഓച്ചിറ മണ്ഡലം സമ്മേളനം ക്ലാപ്പനയിൽ തുടങ്ങി. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. CPI ഓച്ചിറ മണ്ഡലം സമ്മേളനം ക്ലാപ്പനയിൽ തുടങ്ങി. മണ്ഡല സമ്മേളനം സിന്ദാബാദ്. പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്. പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്. CPI സിന്ദാബാദ്. മണ്ഡല സമ്മേളനം സിന്ദാബാദ്. സമ്മേളനം സിന്ദാബാദ്. ഇന്നലകളിൽ ഈ സമ്മേളനങ്ങൾക്ക് നമ്മോടൊപ്പം മുന്നിൽ നിൽക്കുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും നമ്മളെ ധീരമായി നയിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട സഖാക്കൾ നമ്മുടെ ഓർമ്മകളിൽ മാത്രമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊപ്പം നിന്ന് കർക്കശത്തോടെ നിർദ്ദേശങ്ങൾ തന്നിരുന്ന പ്രിയപ്പെട്ട സഖാക്കളെ ഓർത്തുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ പതാക ഉയർത്തുന്നതിന് വേണ്ടി നമുക്കൊക്കെ പ്രിയങ്കരനായ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നമ്മുടെ പൗബായിലെ കരീം കുഞ്ഞു സാറാണ് പതാക ഉയർത്തുന്നത്. സാറിനെ ഏറെ സ്നേഹ ബഹുമാനത്തോടെ ഈ പതാക ഉയർത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഇന്ത്യ മുന്നണി രൂപീകരിച്ചു. എന്നാൽ 25ാം പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ എടുക്കേണ്ടുന്ന രാഷ്ട്രീയ പ്രമേയത്തെ സംബന്ധിച്ച് അതിൻ്റെ കരട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ജൂലൈ മാസം 7, 8, 9 തീയതിയിൽ ഡൽഹിയിൽ വെച്ച് പാർട്ടി നാഷണൽ കൗൺസിൽ ചേരുകയാണ്. ആ പാർട്ടി നാഷണൽ കൗൺസിൽ 25ാം പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് റിപ്പോർട്ട് തയ്യാറാക്കി നിങ്ങൾ അറിയിക്കും. നിങ്ങൾ ചർച്ച ചെയ്തത് നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മുകളിലേക്ക് വെച്ചു. നമുക്കറിയാം, ഈ സമ്മേളനത്തിന് മുന്നോടിയായി കരീം കുഞ്ഞ് പതാക സമ്മേളന നഗരിയിൽ ഉയർത്തി. തുടർന്ന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം ബൈജു പുലത്തറ രക്തസാക്ഷി പ്രമേയവും KG സന്തോഷ് ബാബുബ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സ്വാഗത സംഘം കൺവീനർ സുരേഷ് താനുവേലി സ്വാഗതം പറഞ്ഞു. അരവിന്ദ്, സുരാജ്, സരസ്വതി അമ്മ, A. നാസർ എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. CPI ജില്ലാ സെക്രട്ടറി PS സുപാൽ MLA, അസിസ്റ്റന്റ് സെക്രട്ടറി സാം K. ഡാനിയൽ, അഡ്വക്കേറ്റ് MS താര, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് K. രാജു, R. വിജയകുമാർ, AC ജോസ്, I. ഷിഹാബ് എന്നിവർ സംസാരിച്ചു. കടത്തൂർ മൻസൂർ രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചർച്ചയ്ക്ക് ശേഷം മണ്ഡലം സെക്രട്ടറി S. കൃഷ്ണകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CDNet ന്യൂസ് ഓച്ചിറ.